ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മലയാളം പറയുന്ന എന്നാൽ മലയാളിയല്ലാത്ത ആരൊക്കെ വരും, അതാണ് ഇപ്പോഴത്തെ ചർച്ച. അതിൽ തുടക്കം മുതൽ പുറത്തു വന്ന ഒരു പേരായിരുന്നു കിളി പോൾ. എല്ലാ പ്രേക്ഷകർക്കും കിളി പോളിനെ അറിയാൻ സാധ്യതയുണ്ട്. കിളി പോൾ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം ഇപ്പോൾ തന്നെ നമുക്ക് തീർക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ മുത്തശ്ശിയെ, സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. മുത്തശ്ശി കഥകൾ ഇനിയും കേൾക്കാം. അപ്പോൾ വിദേശികൾ ആരൊക്കെ? ബിഗ് ബോസ് സീസൺ 4 മുതലാണ് ഇത്തരത്തിലൊരു കാറ്റഗറി നമ്മൾ ഒരു ട്രെൻഡായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. അതായത് മലയാളം അത്ര നന്നായിട്ട് അറിയില്ലെങ്കിലും അന്ന് അപർണ മൾബറി, നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്ന അപർണ മൾബറി ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് അപർണ മൾബറി ശ്രദ്ധ നേടുന്നത്. മലയാളം സംസാരിച്ച് മലയാളികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തകർത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ് അപർണ. എന്തായാലും അപർണയ്ക്ക് മലയാളം കേൾക്കുമ്പോൾ മനസ്സിലാക്കാനും പിന്നെ അതിനനുസരിച്ച് ഉത്തരവൊക്കെ പറയാനും കഴിഞ്ഞിരുന്നു. അത്തരത്തിലാണോ കിളിപോളിന്റെ അവസ്ഥ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിളിപോൾ കേരളത്തിൽ വന്നിരുന്നു, ശേഷം ബിഗ് ബോസിലേക്കാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷെ ബിഗ് ബോസിലേക്കാണെങ്കിൽ കിളിപോളയ്ക്ക് മലയാളം അറിയുമോ? അത്ര അറിയില്ലെങ്കിലും കൊച്ചി ലുലുമോളിൽ വന്നപ്പോൾ മലയാളം പറയാനൊക്കെ ശ്രമിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. സുഖമാണോ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഇന്ന് ഓർമ്മ കാണും. അതുപോലെ റിമി ടോമിയുടെ ഫ്ലവേഴ്സ് ചാനലിൽ ഒരു TV ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിലോ. ഇനി കിളിപോൾ അല്ലെങ്കിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ബെസ്റ്റ് ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസർ ആണ് ഈ പറയുന്ന ഖാലിദ് അൽ അമീരി. അപ്പോൾ കക്ഷി നല്ലൊരു അടിപൊളി ഫുഡ് വ്ളോഗറാണ്, എല്ലാവർക്കും അറിയാം. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫണി ആയിട്ടുള്ള ഒരു വ്ളോഗറാണ്. മലയാളം മാത്രമല്ല, തമിഴ് ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകളിൽ അദ്ദേഹം തിളങ്ങാറുണ്ട്. പക്ഷെ നമ്മൾ കിളിപോളിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ തന്നെ ഖാലിദിനും മലയാളത്തിൽ എത്രത്തോളം സംസാരിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഈ 2 പേരുകളല്ലാതെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7-ലേക്ക് ഒരു മലയാളം പറയുന്ന എന്നാൽ മലയാളി അല്ലാത്ത ആരെങ്കിലും ഇനി ഗസ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അതിന് ഈ സീരിയൽ രംഗത്ത് നിന്നിട്ടായിരിക്കും. കാരണം തൊട്ട് കഴിഞ്ഞ സീസണിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ശ്രീതു കൃഷ്ണ. ശ്രീതു വന്ന പോലെ മൗനരാഗം സീരിയലിലെ താരമായ ഐശ്വര്യ റംസായി ഒരു സാധ്യതയാണ്. എന്നാൽ 3 കാരണങ്ങൾ കൊണ്ട് ഐശ്വര്യ ബിഗ് ബോസിൽ വരില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒന്ന്, മൗനരാഗം മലയാളത്തിൽ ഇപ്പോഴും നല്ല റീച്ച് കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു സീരിയലാണ്. 2, കഴിഞ്ഞ സീസണിൽ ശ്രീതു വന്നതുപോലെ ആയിരിക്കത്തില്ല. ഐശ്വര്യയുടെ കാര്യം കുറച്ചുകൂടി ഒരു ഡിഫറൻ്റ് ആണ്. കാരണം കുറെ കൂടി ഒരു കാം പേഴ്സണാലിറ്റിയാണ് ഐശ്വര്യയുടേത്. അത്തരമൊരു വ്യക്തി അധികം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ അധികം പ്രെഡിക്റ്റ് ചെയ്യേണ്ട എന്നാണ് തോന്നിയിട്ടുള്ളത്. ദെൻ വൺ മോർ തിങ്, മൗനരാഗം സീരിയലിൽ ഇതിന് മുൻപ് തന്നെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് കീപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഐശ്വര്യ എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഊമയായിട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പോലും സംസാരിക്കാൻ ഐശ്വര്യ വന്നിട്ടില്ല. ഈവൻ സ്വന്തം ഇൻസ്റ്റഗ്രാം ചാനലിൽ പോലും ഊമയായിട്ട് തന്നെയാണ്, അതായത് റിയൽ ലൈഫിൽ പോലും ഊമയായിട്ട് തന്നെയാണ് നമ്മുടെ ഐശ്വര്യ അഭിനയിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കോൺട്രാക്റ്റ് ഇനിയും ഉണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഏതായാലും ശരി, മലയാളം പറയുന്ന മലയാളി അല്ലാത്ത ആരുടെയെങ്കിലും പേര് ഇതുവരെ ഉറപ്പിച്ചു പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും അങ്ങനെ ഒരു ഉറപ്പ് വന്നിട്ടില്ല. സോ ഇനിയും 1 മാസം നമുക്ക് സമയമുണ്ട്. അതായത് ഒരു ഓഗസ്റ്റ് 3-നും 10-നും ഒക്കെ ഇടയ്ക്കായിരിക്കും ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രഡിക്ഷൻസ് വരാനുണ്ട്. അതുപോലെ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത പല പേരുകളും വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രഡിക്ഷൻസിൽ ഹൈപ്പിലെത്തി നിൽക്കുമ്പോഴായിരിക്കും ഈ പറയുന്ന താരങ്ങൾ വന്നിട്ട് പബ്ലിക്കായിട്ട് ഇല്ല, എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തിരുന്നു, എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് ഭയങ്കരമായിട്ട് തീർത്ത് പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അവരും പിന്നെ ഏതെങ്കിലും ഒരു സീസണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലെങ്കിലും അവർ ബിഗ് ബോസിൽ കാണും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒപ്പം സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ see you.